ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വീട് വരുന്നത് കാക്കനാടിലാണ്. കാക്കനാട് ടൗണിൻ്റെ ഏകദേശം ഹൃദയഭാഗത്തായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഞാനുള്ളത്. തുതിയൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലേജിലുള്ള കുറച്ച് വീടുകളുണ്ട്. അത് 2 വീടുകൾ ഒരേപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒരു വീടിൻ്റെ വീഡിയോയാണ് ഉൾപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന വീടുകളെ കുറിച്ചാണ്. ഈ 2 വീടുകളുടെയും എലിവേഷൻ മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഇൻറ്റീരിയർ എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ്. ഒരു കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർത്ത് വരുന്ന എലവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിനിടയിലായിട്ട് ബോക്സ് ടൈപ്പ് കൊടുത്തിരിക്കുന്നു. ആ ഭാഗത്തായിട്ട് MS ഉപയോഗിച്ച് വെർട്ടിക്കൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സെൻട്രൽ ഭാഗത്ത് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഭാഗത്തും ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നു. അവിടെ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കുകളും അവിടെ ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ മുന്നിലുള്ള റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 4 മീറ്റർ വിടുത്തുള്ള മനോഹരമായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത റോഡുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഗേറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ്. GA ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് വരുന്നത്. മതിലിൽ ചെറിയൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വരാം വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക്. നമ്മൾ പറഞ്ഞു സ്ലൈഡിങ് ഗേറ്റും ഈ ഭാഗത്തായിട്ട് ഒരു പെഡസ്റ്റൽ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ള മുറ്റമാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിലുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ്. എൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം, ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പില്ലർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേക. ഒരു കോൺ ഷേപ്പിലാണ് ഈ പില്ലർ വരുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ഇവിടെ ഒട്ടിച്ച് എടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കിണർ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്ന കിണർ വരുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങോട്ടും ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ ഭാഗം വരെയാണ് ഇൻ്റർലോക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മെറ്റൽ ചിപ്സാണ് അവിടെയും നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ക്ലാഡിംഗ് സ്റ്റോണുകളാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ ഒട്ടിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട്, ഒരുപാട് വലിയ സിറ്റ് ഔട്ടല്ല, ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വരാം നമുക്ക് വീടിൻ്റെ അകത്തേക്ക്. ഇതാണ് മെയിൻ ഡോർ. വലിയ മെയിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, മുകളിലേക്ക് നോക്കിയാൽ അറിയാം, ഒരു LED ഷാൻലിയറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള പോൾ ഷീറ്റിങ്ങും അവിടെ ചെയ്തിരിക്കുന്നു. ഇവിടെ 2 ജനലുകൾ വരുന്നുണ്ട്. 3 പാളി ജനൽ ഇവിടെ വരുന്നുണ്ട്. സ്റ്റീൽ റോഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഫ്രഞ്ച് വിൻഡോയാണ് ഇവിടെ അത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ്. ഇവിടെ ക്യൂരിയോസ് ഒക്കെ വയ്ക്കാൻ വേണ്ടി LED ലൈറ്റുകൾ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റാണ്. അവിടെ ഒരു എഡിസൺ ബൾബൊക്കെ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ സ്ക്വയർ ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ബ്രോക്കറി ഷെൽഫ് പോലെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളായിട്ട് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു 3 പാളി ജനലാണ് വരുന്നത്. വലിയ ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത്. വലിയ ഒരു ഡൈനിങ് ടേബിൾ, 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്.
ഇതാണ് വാഷ് കൗണ്ടർ. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിന്റെ ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടാപ്പും വരുന്നുണ്ട്. ഇവിടെ ഒരു LED മിറർ കൊടുത്തിരിക്കുന്നു. സിലിണ്ടറിക്കൽ ഒരു ലൈറ്റ്, LED ലൈറ്റ് അതും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. അതിനടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കിച്ചൺ. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറാണ്, വുഡ് ഉപയോഗിച്ചാണ് കിച്ചൺ ഡോർ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഡിസൈൻ വർക്ക് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. വൈറ്റും ഗ്രേയും കളറിന് പാറ്റേൺ ആണ് കിച്ചണിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ധാരാളം വൈറ്റ് കളറിലുള്ള ഓവർ ഹെഡ് കബോർഡുകൾ കാണാം. ഇവിടെ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ഷേപ്പിലാണ് കിച്ചൺ വരുന്നത്. ഈ ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷുള്ള സിങ്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 പാളി കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലുള്ള ടൈലുകൾ ഡിസൈനർ ടൈലുകളാണ് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനർ ടൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഇവിടെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത് ഷീറ്റ് വർക്കിലാണ്. ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണും വർക്ക് ഏരിയയും അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളും ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ വരുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. കയറി വരുമ്പോൾ തന്നെ ഈ 3 പാളി ജനലാണ് നമ്മൾ കാണുന്നത്. ഓരോ വശത്തും ഓരോ പാളികളിലെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശത്ത് കാണാം നല്ല ടെക്സ്ചർ വർക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ആ ഫോൾ സീലിംഗ് വർക്കും വരുന്നത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ്. നല്ല ഹൈറ്റിലാണ് വാർഡ്രോബ് വരുന്നത്. സ്റ്റോറേജ് സ്പേസുകൾ ഒരുപാടുള്ള വാർഡ്രോബ്. ഇവിടെ ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസസ് ആയിട്ടുള്ള വാർഡ്രോബാണ് മൾട്ടിവുഡിൽ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് PVC-യിലാണ്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും ഇടകലർത്തി നൽകിയിട്ടുണ്ട്. നല്ല നീളത്തിലാണ് ബാത്റൂം വരുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സോസ്റ്റ് ഫാൻ്റെ പോയിൻ്റാണ്. ഇവിടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും വരുന്നുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ജാഗ്വാറിൻ്റേതാണ് ഫിറ്റിങ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് കൗണ്ടറും വാഷ് ബേസിനും സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോകാം താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്ക്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിന് ചേർന്ന് തന്നെയാണ് ബെഡ്റൂം. സെയിം പാറ്റേൺ തന്നെയാണ് ബെഡ്റൂമിന് വരുന്നത്. പക്ഷേ 2 ജനലുകൾ ആയിരുന്നു ആ വീടിന്. ആ ബെഡ്റൂമിന് 2 സൈഡിലായിരുന്നു വിൻഡോ വരുന്നത്. ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് 3 പാളി വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ കുറച്ചുകൂടി വലിയ വാർഡ്രോബ്, ഈ ഭിത്തികൾ മുഴുവൻ നിറഞ്ഞ തിക്ക രീതിയിലുള്ള വാർഡ്രോബ് സ്റ്റോറേജ് സ്പേസോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിലും നമുക്ക് കാണാം. ഇവിടെയും നമുക്ക് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റുകൾ, വാൾ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. സെയിം ടൈപ്പ് ഡോർ തന്നെയാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ബാത്റൂമിന് വരുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ, എല്ലാം അതുപോലെ തന്നെ ഒരേ ഡിസൈൻ തന്നെയാണ് ബാത്റൂമിന് വരുന്നത്. കൂടുതലൊന്നും ബാത്റൂമിനെ കുറിച്ച് പറയാനില്ല. അപ്പോൾ പോകാം മുകളിലത്തെ നിലയിലേക്ക്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റേസറായി ടൈല് വരുന്നുണ്ട്. ഇവിടെ ഹാൻഡിൽ സ്റ്റീലും വുഡും ഗ്ലാസും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വലിയ അപ്പർ ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കയറി വരുമ്പോൾ അറിയാം നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പർ ലിവിങ് സ്പേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമുക്കറിയാം ലിവിങ് ഏരിയയാണ്. ഇവിടെ LED ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെയും ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ഡ്രോയറെല്ലാം ഒരു ഡിസൈനിൽ സ്റ്റെപ്പ് പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്പേസ് അവൈലബിൾ ആണ്. മുകളിൽ പ്രൊഫൈൽ LED ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ഇതേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്ചർ വർക്കുകൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ ഇതേപോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. 2 സൈഡിലും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ, ഇവിടെ വാർഡ്രോബ്. ഫോൾ സീലിംഗും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം. താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. അതിൻ്റെ ബാത്റൂമും അതേ സ്ഥാനത്ത് തന്നെയാണ്. ഒരേ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷൻ വേണ്ടി വിൻഡോ, അവിടെ ക്ലോസറ്റ്. സെൻട്രൽ ഭാഗത്തായിട്ട് ഇവിടെ ഷവർ വന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. സീപോർട്ട് റോഡിലേക്ക് ഇവിടെ നിന്നും 1.5 കിലോമീറ്ററാണ് ദൂരം. ഇൻഫോ പാർക്കിലേക്ക് വരുന്നത് 2.5 കിലോമീറ്ററാണ്. കളക്ടറേറ്റിലേക്കും ഏകദേശം 2.5 കിലോമീറ്റർ തന്നെയായിരിക്കും അകലം വരിക. മെട്രോ സ്റ്റേഷനെല്ലാം വളരെ അടുത്തായിട്ടാണ് വരാൻ പോകുന്നത്. നല്ല ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ടൈറ്റിലും കളറിലും മാത്രം വ്യത്യാസം കൊടുത്തിരിക്കുന്നു. ജനൽ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ വരുന്നു. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്പേഷ്യസായുള്ള വാർഡ്രോബാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം സെയിം ഫിനിഷിങ്ങിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കാൻ നമുക്ക് ഈ ഭാഗത്ത് ഷവർ, സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ് കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റി ഏരിയ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഡ്രസ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നതിന് ഈ സ്റ്റെപ്പ് നമുക്ക് ഉപയോഗിക്കാം. വാഷിംഗ് മെഷീൻ വയ്ക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിന്റും ടാപ്പും അതിൻ്റെ ഔട്ട്ലെറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂം, ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. വളരെ പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വീട്. ഏകദേശം 12ഓളം പ്രോജക്റ്റാണിത്. ഇനി 3-4 വില്ലകൾ മാത്രമാണ് ഇവിടെ സെയിലിനായിട്ട് ഉള്ളത്. ഇതാണ് ബാൽക്കണി. ബാൽക്കണി ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങിയതാണ് ബാൽക്കണി. നമ്മൾ നേരത്തെ കണ്ട താഴെ നിന്ന് വരുന്ന ആ പില്ലറാണിത്. ഇവിടെ നിന്ന് വരുമ്പോൾ ഇതേ ഷേപ്പിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 4.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. 4 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 2.5 കിലോമീറ്ററാണ്. സീപോർട്ട് റോഡിലേക്ക് 1.5 കിലോമീറ്ററും അകലമുണ്ട്. ആദർശ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ വിലയാണ് അവസാനം. അത് 95 lakhs ആണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാൻ ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.